ലൈംഗിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വയംഭോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതിൽ കൂടെ കിട്ടുന്ന ആ ലിംഗം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് യോനി അങ്ങ് ടൈറ്റാകും. പിന്നെ യോനി അത് ആ സ്ത്രീ അറിയണമെന്നില്ല, ഉദാഹരണം നഷ്ടപ്പെടുകയും. അപ്പോൾ ആ പുരുഷൻ വിചാരിക്കുന്ന ഇത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് എന്ന് കരുതുകയും പങ്കാളിയുടെ ലൈംഗിക പ്രശ്നങ്ങളും ഈ പറഞ്ഞ വ്യക്തിയുടെ ലൈംഗിക പ്രശ്നമായിട്ട് മാറാം. പങ്കാളിയുടെ മറ്റ് ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ 4 ഘടകങ്ങളും നമ്മൾ അസസ് ചെയ്യാതെ ചികിത്സാ വിധികളുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ അസസ് ചെയ്ത് മിക്കവാറുമുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം നൽകാൻ സാധിക്കും. പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും അത് ലൈംഗിക ജീവിതത്തിനെ ബാധിക്കാം. അപ്പോൾ ആ ബാധിക്കുന്ന പ്രമേഹം കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ പ്രമേഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് മാനസികമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇത് ചെയ്യണം. ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ സ്ട്രെസ് ഒക്കെ ഭയങ്കര കൂടുതലായി, ജോലി സംബന്ധമായി ബിസിനസ് സംബന്ധമായിട്ടൊക്കെ. ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഈ ലൈംഗിക ബന്ധം സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷേ മറ്റു ചിലരും പറയുന്നത് ഈ സ്ട്രെസ് കൊണ്ട് എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല, എനിക്കതിന് പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം ഈ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ ആളുകൾ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? അതെ, ഉറപ്പായിട്ടും. നമ്മുടെ സ്ട്രെസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഡിൻസ് എന്ന് പറയും, ഡബിൾ ഇൻകം നോ സെക്സ്. ഈ പറഞ്ഞ പങ്കാളികൾ തമ്മിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ രണ്ടുപേർക്കും കുടുംബ സംബന്ധമായ സ്ട്രെസ്സ് കൂടുന്നു, ഓഫീസ് സംബന്ധമായ സ്ട്രെസ്സ് കൂടുന്നു. സോ ഈ പിരിമുറുക്കങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ ലൈംഗിക ജീവിതത്തിനെ. അപ്പോൾ ആ ലൈംഗിക ജീവിതത്തിനെ ഈ ബാധിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതക്രമങ്ങളെല്ലാം മാറ്റേണ്ടി വരും. ഒരു ഉറക്കം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് കൂട്ടാനും അല്ലെങ്കിൽ പിരിമുറുക്കം കൂട്ടാനും ശരിയായ രീതിയിലുള്ള ഈ ഉറക്കമില്ലായ്മ. അപ്പോൾ അതേപോലെ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഓഫീസിലുള്ള കൂടുതലായിട്ടുള്ള ടാർഗറ്റുകൾ, സോ ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ അത് പ്രതികൂലമായിട്ട് അത് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ലൈംഗിക ജീവിതത്തിന് നമ്മൾ ബാക്കിയുള്ള ഏതൊരു ഫങ്ഷനെ പോലും, നമ്മളിപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി അതിനെ ബാധിക്കും. അതേപോലെ തന്നെ ലൈംഗിക ജീവിതത്തിനെയും. കാരണം ലൈംഗിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സും ശരീരവും അതിൻ്റെ അകത്ത് പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ശരിയായ ഒരു ലൈംഗിക ഉത്തേജനം ഉണ്ടാകും. അപ്പോൾ ആ ഉത്തേജനം ഉണ്ടായാൽ മാത്രമേ അതിൽ ഒരു പെർഫോമൻസ് നന്നായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മനസ്സ് ഈ പറഞ്ഞ പോലെ പിരിമുറുക്കത്തിലിരിക്കുകയാണെങ്കിൽ സോ നാച്ചുറലി ആ ശരീരത്തിൽ എത്രത്തോളം ഉത്തേജനം നടത്തിയാലും ആ ഒരു ഉത്തേജനത്തിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് നാച്ചുറലി അത് ആ ഒരു പ്രവൃത്തിയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയിലേക്ക് എത്താൻ സാധിക്കാതെ വരിക. പക്ഷെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൽഡ് ലെവൽ ഓഫ് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് ഡെഫിനറ്റ്ലി ആ ഒരു ലൈംഗിക പ്രവൃത്തി ചെയ്യുന്ന മൂലം, ലൈംഗിക പ്രവൃത്തി എന്ന് പറഞ്ഞ് നമ്മൾ ജനം വിചാരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹം വിചാരിക്കുന്നത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുക. ഇപ്പോൾ ലൈംഗിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വയംഭോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതിൽ കൂടെ കിട്ടുന്ന ആ ഒരു റിലീഫ്, അപ്പോൾ അതായത് ഒരു രതിമൂർച്ചയിലേക്ക് എത്തുക അല്ലെങ്കിൽ എത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ ശരീരത്തിനെയും മാനസികമായിട്ടും അത് വളരെയധികം ഒരു ഹാപ്പിനെസ് തരികയും ആ പിരിമുറുക്കത്തിനെ കുറേയേറെ മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുള്ള അനേകം ആളുകളുണ്ടാകും. അവരെ പേഷ്യൻസ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, ക്ലയൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വന്നിട്ടുള്ള ക്ലയൻസിന് ഏറ്റവും വിചിത്രമായി തോന്നിയിട്ടുള്ള അനുഭവം എന്താണ്? പല പല ഘടകങ്ങളുണ്ട് പെട്ടെന്ന് മനസ്സിൽ വരാനായിട്ട്. ഇപ്പോൾ ഞാൻ വിചിത്രം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീ ലൈംഗിക പ്രശ്നങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പലപ്പോഴും ഈ പറഞ്ഞ പുരുഷന്മാരായിരിക്കും ആദ്യം വരിക. പുരുഷന്മാർ ഉദ്ധാരണ പ്രശ്നവുമായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ അത് സാധാരണ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉദ്ധാരണ പ്രശ്നത്തിന് നേരെ
മിക്കവാറും, ഞാൻ എല്ലാ യൂറോളജിസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ശരീര പരിശോധന നടത്തി എന്താ പറയുക വയഗ്ര പോലുള്ള PDE5 ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള ഘടകത്തിലുള്ള മരുന്നുകൾ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പലപ്പോഴും അത് പങ്കാളിയെ അസസ് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ പുരുഷനെ മാത്രം അസസ് ചെയ്ത് ഒരു തീരുമാനിക്കുമ്പോഴത്തേക്കും കാരണം അവിടെ ഫങ്ഷൻ ആസ് സച്ച് അസസ് ചെയ്തില്ല, ആ സ്ട്രക്ചറൽ പാർട്ട് മാത്രം, അതായത് ശാരീരിക ഘടനയിലുള്ള ലിംഗത്തിൻ്റെ ഘടന മാത്രമാണ് അവിടെ ഡോക്ടർ അസസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എത്രത്തോളം ഫങ്ഷൻ ഉണ്ട് എന്ന് സാധാരണ രീതിയിൽ ശാരീരിക പരിശോധന കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റായിട്ട് അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഫങ്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള അറിയാം. അപ്പോൾ പലപ്പോഴും ഈ ഉദാഹരണ പ്രശ്നമായിട്ട് വരുന്ന ഇവർ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ബന്ധപ്പെടാൻ പറ്റുന്നില്ല, പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റും. അതേസമയം ആ സ്ത്രീ പങ്കാളിയിൽ പലപ്പോഴും അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ, അതായത് പ്രത്യേകിച്ച് വജിനസ്മസ് എന്ന് പറഞ്ഞ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ആ യോനി സങ്കോചം എന്നാണ് മലയാളത്തിൽ നമുക്ക്. അപ്പോൾ ആ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിംഗം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് യോനി അങ്ങ് ടൈറ്റാകും. യോനി ഇപ്പം അത് ആ സ്ത്രീ അറിയണമെന്നില്ല. ഇൻവോളണ്ടറി കൺട്രാക്ഷൻ ഓഫ് വജനൽ മസിൽസ് എന്നാണ്. അപ്പോൾ അറിയാതിരിക്കുമ്പോഴത്തേക്കും ഈ ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കുറേ ശ്രമിക്കുമ്പോഴത്തേക്കും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ ആ ലിംഗത്തിൻ്റെ ഉദാഹരണം നഷ്ടപ്പെടുകയും, അപ്പോൾ ആ പുരുഷൻ വിചാരിക്കുന്ന ഇത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് എന്ന് കരുതുകയും പലപ്പോഴും യൂറോളജിസ്റ്റിനെ പോവുകയും പലരും ഓൺലൈനിൽ ഈ പറഞ്ഞ പോലെ വ്യാജ മരുന്നുകളും വ്യാജ ഇതിലൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ആ സ്ത്രീയും വിചാരിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ. അപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ടും വളരെയധികം അധികം. അപ്പോൾ അതിൻ്റെ എൻഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ മാനസികമായിട്ട് അകലം വരാനുള്ള സാഹചര്യം കൂടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു കപ്പിളായിട്ട് വേണം അസസ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടുപേരുടെയും ഈ പറഞ്ഞ പോലെ ലൈംഗിക ചരിത്രം മനസ്സിലാക്കി അതിന് കൂടെ അതിൻ്റെ ആ പ്രവൃത്തി നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 ഘടകങ്ങളാണ് നമ്മൾ അസസ് ചെയ്യുക ഒരു ലൈംഗിക പ്രശ്നത്തിന് ഫോക്കസ് ചെയ്യുക. അതൊരു ശാരീരികമായിട്ടുള്ള ഘടകങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസ്, ഹോർമോണുകൾ, അങ്ങനെയുള്ള പല ഘടകങ്ങൾ മൂലം ശാരീരികമായിട്ട് ഉള്ള ഫങ്ഷനെ ബാധിക്കാം. പിന്നെ മാനസികമായിട്ടുള്ള ഘടകങ്ങൾ, ഒരു പെർഫോമൻസ് ആൻസൈറ്റി ഉണ്ടാകും, നേരത്തെ പറഞ്ഞ പോലെ മാനസിക പിരിമുറുക്കം ഉണ്ടാകും, ഉത്കണ്ഠ ഉണ്ടാകും. സോ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഘടകം. പിന്നെ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഘടകം. അപ്പം ആ ഒരു പ്രക്രിയയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. 4ാമത് പങ്കാളിയുമായിട്ട് അനുബന്ധമായ പ്രശ്നങ്ങൾ. പങ്കാളിയുടെ ലൈംഗിക പ്രശ്നങ്ങളും ഈ പറഞ്ഞ വ്യക്തിയുടെ ലൈംഗിക പ്രശ്നമായിട്ട് മാറാം. പങ്കാളിയുടെ മറ്റ് ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ 4 ഘടകങ്ങളും നമ്മൾ അസസ് ചെയ്യാതെ ഒരു നേരെ ഒരു ഡയഗ്നോസിലേക്ക് പോകുമ്പോഴത്തേക്കും അത് തെറ്റായി മാറും. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് വളരെ റെയറാണ്. കാരണം സ്ത്രീ ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ പ്രശ്നം ഇത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്, എന്തിനാണ് ഞാൻ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടത്. അപ്പോൾ സോ നാച്ചുറലി ആ വ്യക്തിയും വിചാരിക്കും ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ്, എൻ്റെ പങ്കാളിയെ ഇതിൻ്റെ അകത്ത് വരുത്തേണ്ട ആവശ്യമില്ല, എനിക്കാണ് ബുദ്ധിമുട്ട്, എന്നെ മാത്രം ചികിത്സിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പങ്കാളിയെ അസസ് ചെയ്യാതെ ഒരിക്കലും ഇതൊരു ശരിയായ ഡയഗ്നോസിസിലെത്താൻ പറ്റില്ല. മറ്റ് ശാരീരികമായിട്ട് നമ്മുടെ ഫങ്ഷൻ അസസ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് മാത്രം പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ 2 വ്യക്തികളാണ് ഉള്ളത്. ഇവർക്ക് 2 പേർക്ക് മാത്രമേ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ അസസ് ചെയ്ത് കഴിഞ്ഞാൽ, ശരിയായി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പക്ഷേ പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടാറില്ല. കാരണം മരുന്നുകൊണ്ടല്ല, കാരണം ശാരീരികമായിട്ടുള്ള ഘടകമാണെങ്കിൽ, ഞാൻ വജനസ്മസ് എന്ന് പറയുന്ന ഒരു സൈക്കോസെക്ഷൽ പ്രോബ്ലം, ഒരു മാനസികവും ശാരീരികവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അതായത് നമ്മുടെ ആ ഭയം മൂലം ഈ യോനിയിലുള്ള ആ പേശികൾ അങ്ങ് മുറുകുന്ന, അത് അവരറിയണമെന്നില്ല. അപ്പോൾ ആ വ്യക്തി അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്.
അപ്പോൾ അത് പല ഘടകങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് ഡെപ്തിലോട്ട് പോകുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സെക്സ് തെറാപ്പി പോലുള്ള ചികിത്സയിൽ കൂടെ ഇത് പൂർണ്ണമായിട്ടും അത് ഒരു വ്യക്തിയെന്നല്ല, ആസ് എ കപ്പിളായിട്ട് വേണം അത് ചികിത്സ ചെയ്യാൻ. അപ്പോൾ ആ ഒരു പ്രത്യേകതരം ചികിത്സാ മാർഗത്തിൽ കൂടെ അതിനെ ശരിയായ രീതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ശാരീരികമായിട്ടുള്ളതെങ്കിൽ ശാരീരികമായിട്ടുള്ള മരുന്നുകളുടെ ചികിത്സയാണ്. പക്ഷേ ശാരീരികമല്ലാത്ത കാര്യത്തിന് മരുന്ന് കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷനുള്ള മരുന്ന് കൊടുക്കുന്നതിൽ ലോജിക്കില്ലല്ലോ. അപ്പം അതേപോലെ ലിംഗത്തിലേക്ക് രക്തഓട്ടത്തിന് പ്രശ്നമില്ലാത്തൊരു വ്യക്തിക്ക് രക്തഓട്ടം കൂടാൻ വേണ്ടിയുള്ള ഈ വയഗ്ര പോലുള്ള മരുന്ന് കൊടുക്കുന്നതിൽ ലോജിക്കില്ല. അപ്പം ആ രക്തഓട്ട കുറവുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞാൽ അതുപോലുള്ള മരുന്ന് ആവശ്യമുണ്ട്. അപ്പം അത് അസസ് ചെയ്ത് ഇത് വളരെ കോമൺ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറയേണ്ടത്. കാരണം ഇത് പലപ്പോഴും നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ചില ആളുകൾ ഇവരെപ്പോഴും ഒരുമിച്ചായിരിക്കും, ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത അത്രയും അടുപ്പവും ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, നാളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സെക്ഷൽ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയില്ല, അങ്ങയോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഒരു മാനസികാരോഗ്യ വിദഗ്ധനോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇത് പല കാര്യങ്ങളുണ്ട്. ഇതിൽ പറയുന്നത് ഒന്ന്, ഈ പറഞ്ഞ ഇവർ തമ്മിലുള്ള ലൈംഗിക ജീവിതം ഒരു സക്സസ്ഫുൾ ആകാതിരിക്കുമ്പോഴത്തേക്കും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അവർ തമ്മിൽ മാനസികമായിട്ട് നല്ല പൊരുത്തമുണ്ട്, നല്ല സന്തോഷം ഉണ്ടാകും. പിന്നെ ഇതിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്തായാലും. പിന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അതിനുവേണ്ടി മുന്നോട്ട് പോകാതിരിക്കുക. അല്ലാതെ തന്നെ ഈ ലൈംഗിക താല്പര്യമില്ലാതെ അസെക്ഷൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെയുള്ളവരുണ്ടാകാം. സോ നമ്മളിപ്പോൾ ഇടപെടേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പിളിന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അതെ, കപ്പിൾ സന്തോഷകരമായിട്ട് അവരുടെ രീതിയിൽ ജീവിച്ചു പോകുന്നു, നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ചിന്തകൾ അവരുടെ ജീവിതത്തിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അവർ അങ്ങനെ സംഭവിക്കുന്ന ഇതുകൊണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലവരെ സമയത്തോളം അവരുടെ ലൈംഗിക ജീവിതത്തിൽ ആദ്യം ശ്രമിച്ച് അത് സക്സസ്ഫുൾ ആകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി പോകുന്ന ദമ്പതിമാർ ഇഷ്ടം പോലെയാണ്. പക്ഷെ അങ്ങനെയുള്ളവർ അവർ തിരിച്ചറിഞ്ഞ് അവർക്ക് ഈ നല്ലൊരു ലൈംഗിക ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള നമുക്ക് ഈ പറഞ്ഞ പോലെ ചികിത്സാ വിധികളുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ അസസ് ചെയ്ത് മിക്കവാറുമുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം നൽകാൻ സാധിക്കും. ഒരു മനുഷ്യന് ഇപ്പോൾ ഈ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പ്രായം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്രയാണ് നമുക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്ക് ആഹാരം കഴിക്കാനും നടക്കാനും പറ്റുന്ന ഏതാണ് ഏറ്റവും വലിയ പ്രായം? സോ നമ്മൾ ഈ ഏറ്റവും അവസാന നിമിഷം വരെ അവരുടെ ലൈംഗിക ജീവിതം നയിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ആരോഗ്യം എണീറ്റ് നടക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. അപ്പോൾ ആ ആരോഗ്യം എത്രത്തോളം ഉണ്ടോ, ഏത് വയസ്സ് വരെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുവരെ അവരുടെ ലൈംഗിക ജീവിതം നയിക്കാൻ സാധിക്കും. പക്ഷേ അതെ, അത് ഫീലിങ്സ്, നമ്മുടെ വിശപ്പും ടേസ്റ്റും, നമ്മുടെ ആഹാരം എൻജോയ് ചെയ്യുന്നത് ആ ടേസ്റ്റ് ഫീലിങ്സ് ആണല്ലോ. അപ്പം അതേപോലെ ആ ഫീലിങ്സ് നമ്മുടെ എത്ര ഏജ് വരെ വേണമെങ്കിലും പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ 20 വയസ്സിലുള്ള അതേ എനർജി ഒരു 70-80 വയസ്സിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം 20 വയസ്സിലുള്ള നമ്മുടെ ആഹാരത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ 80 വയസ്സിലുണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ആഹാരം കഴിക്കാൻ അല്ലെ താല്പര്യം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല. സോ അതേപോലെ ആ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ കുറവുകൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ലൈംഗിക ജീവിതം, ആരോഗ്യമുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രായമാണെങ്കിലും മരിക്കുന്നത് വരെ അവർക്ക് നല്ലൊരു ലൈംഗിക ജീവിതം നയിക്കാൻ പറ്റും. അത് സിമ്പിൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പത്രത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം, 90 വയസ്സായ ആൾ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. സോ അത് ആ ഒരു ശരീരം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു എനർജി ലെവൽ കുറയുന്നതല്ലാതെ അവർക്ക് അതിനുള്ള ശേഷി നഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ താങ്കൾ ചോദിച്ച ഒരു വളരെ പ്രസക്തമായ കാര്യം, ഇവിടുത്തെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40-50 വയസ്സാകുമ്പോൾ തന്നെ അവരുടെ ഇനി മതി, ഇതൊക്കെ ഈ പറഞ്ഞ വയസ്സാങ്കാലത്തിലുള്ള ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സമൂഹം ചിന്തിക്കുകയും
വ്യക്തികളും അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ല, ഈ നമ്മുടെ ഇവിടുത്തെ പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ, മാനസിക സമ്മർദ്ദം, പുകവലി, എത്ര കാര്യങ്ങളുണ്ട്. 40 വയസ്സ് 50 വയസ്സാകുമ്പോഴത്തേക്ക് ഉദാഹരണ ശേഷി നഷ്ടപ്പെട്ട് ഇത് വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നവർ. അല്ല, അതിനുള്ള ചികിത്സാ വിധികളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും അത് ലൈംഗിക ജീവിതത്തിനെ ബാധിക്കാം. അപ്പം ആ ബാധിക്കുന്ന പ്രമേഹം കൺട്രോൾ ചെയ്യണം. അപ്പം ആ പ്രമേഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് മാനസികമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇത് ചെയ്യണം. ഒരു പ്രമേഹം വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, ജെനിറ്റൽ. സോ അങ്ങനെയുള്ള ഒരു കോംപ്രിഹെൻസീവായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രമേഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ലൈംഗിക ജീവിതം നയിക്കാൻ സാധിക്കില്ല എന്നുള്ള ധാരണ തെറ്റാണ്. ഓക്കെ. ഈ ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കുറയുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുള്ളതാണോ? ഒരു കുറയുന്നതായിട്ടല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൂടുകയാണ് ചെയ്യുക. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രത്യുൽപാദനമാണ് അവിടെ തീരുന്നത്. അപ്പം അതിൻ്റെ ബന്ധപ്പെട്ട് ആർത്തവവിരാമമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഹോർമോണുകളിൽ കുറേയേറെ വ്യത്യാസങ്ങൾ വരും. ആ വ്യത്യാസങ്ങൾ വരുന്നത് മൂലം യോനിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നനവ് കുറയും, ലൂബ്രിക്കേഷൻ കുറയും. ആ യോനിയുടെ മസിൽസ് അല്ലെങ്കിൽ ഇതെല്ലാം കുറേ കൂടെ ശോഷിക്കുകയും അത് വേദന ഉണ്ടാകുന്ന രീതിയിൽ, ബ്രിട്ടിലാകുന്ന രീതിയിലൊക്കെ വരാം. സോ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴത്തേക്കും അത് വേദനയായി മാറും. അപ്പോൾ വേദന ഉണ്ടാകുമ്പോഴത്തേക്കും നാച്ചുറലി നമ്മുടെ താല്പര്യക്കുറവുണ്ട്. പക്ഷെ അങ്ങനെ അതിൽ നമ്മുടെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ലൂബ്രിക്കൻസ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്കത് അങ്ങനെയുള്ള ഇത് ചെയ്യാം. അപ്പം അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 60 ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇൻക്രീസ് ചെയ്യും. പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇതിലോട്ട് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് താല്പര്യം ഉണ്ടാകില്ല.